മാസ്. ഇപ്പൊ വിശ്വാസായില്ലേ? എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ. വർഗിച്ച യവം പുലിയാണ് കേട്ടാ. ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ് നമ്മുടെ ബബിൾ ഹാക്സ്. അപ്പോൾ ഇത് റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ബബിൾ വെച്ചിട്ട് പല രീതിയിലെ ട്രിക്സും അതുപോലെ എങ്ങനെയൊക്കെ ബബിൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ വെച്ചാൽ അതേപോലെയൊക്കെ നമ്മൾ ബബിൾസ് ഉണ്ടാക്കാൻ പോകുന്ന പല വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കട്ടെ ഇത്. പിന്നെ നമ്മൾ ഔട്ട്ഡോറിലാണ് കംപ്ലീറ്റ് ഷൂട്ടിംഗ് വരാം. അപ്പോൾ എന്താ പറയുക, അവിടെ നിന്ന് ഇവിടുന്ന് ഒരു തട്ടലും മുട്ടലും ബഹളമൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ എന്താ പറയുക, അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഓൾ ദ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നെക്സ്റ്റ് വീഡിയോ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. പിന്നെ ലാസ്റ്റ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. നല്ല കിടില വീഡിയോസ് ആണ്. പിന്നെ നമ്മുടെ 50K സെലിബ്രേഷന്റെ നെയിംസ് നമ്മൾ ഇന്നാണ് വായിക്കാൻ പോകണം. അപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി അധികം നേരം കളയേണ്ട, വേഗം നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ബബിൾസ് ഉണ്ടാക്കാനുള്ള സൊല്യൂഷൻ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇതേ വിമ്മിന്റെ ഈ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാൻ പോകട്ടോ. അപ്പൊ ഇത് ഏകദേശം ഒരു 155 മില്ലി ഉണ്ട്. നമ്മളിത് മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. നമ്മൾ വിം ജെല്ല് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മുടെ പാത്രം കഴുകണതാണ് കേട്ടോ വിം. ഇത് ഗ്ലിസറിൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇത് ഒരു 100 ഗ്രാം ഉണ്ട്. നമുക്ക് ഇത്രയൊന്നും ആവശ്യമില്ല, നമുക്ക് കുറച്ച് ആവശ്യമുള്ള ഈശോ ഉണ്ട്. അത് നമ്മൾ കുറച്ച് ഗ്ലിസറിൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകണം. അപ്പൊ അളവൊന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ ഏകദേശം കുറച്ച് ഗ്ലിസറിൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഗ്ലിസറിൻ ഒഴിച്ചാലാണ് ആ ബബിൾസ് നല്ല എന്താ പറയാ, നല്ല കട്ടിയായിട്ട് ഇങ്ങനെ നിൽക്കുള്ളൂ. ഇതിൽ ബബിൾസ് വരും നമുക്ക് വിചാരിക്കാം. അപ്പം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ. അപ്പം നമുക്ക് ആദ്യം ട്രൈ ചെയ്ത് നോക്കാം ബബിൾസ് വരുന്നു. ഇത് കാണുമ്പോൾ ഏകദേശം ഇവിടെ സ്ക്വാഷ് കളിക്കാൻ പോലെ തോന്നുന്നുണ്ട് അല്ലേ? ദിസ് ഇസ് നോട്ട് സ്ക്വാഷ്. അപ്പം നമ്മുടെ ഫസ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് നമ്മൾ ബബിൾസ് ഏതെങ്കിലും ഒരു ഓട്ടയിൽ കൂടെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇതേപോലെ ഒരു പാത്രം എടുത്തേക്കാണ്. അപ്പം ഇതിനൊരു ഹോൾ ഉണ്ട്. അപ്പം നമ്മൾ ഇതിൽ കൂടെ ബബിൾസ് ഉണ്ടാക്കി എങ്ങനെ വരുമോ നമുക്ക് നോക്കാം. അപ്പോൾ ബബിൾസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഹാക്ക് സക്സസ്ഫുൾ ആയി. അപ്പോൾ അടുത്ത നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ നെക്സ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് ഇതൊരു ടാഗാണ്. നമ്മൾ ഈ കമ്പിയും അതൊക്കെ തന്നെ മുറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കില്ല ഇങ്ങനെ ടാഗാസ്. ഇതാണ് സംഭവം. അപ്പോൾ ഇത് നമ്മൾ പണ്ടൊക്കെ നമ്മൾ പൂരപ്പറമ്പിൽ നിന്ന് മേടിക്കണ ആ സാധനം ഉണ്ട്. അത് നമുക്ക് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കമ്പിയൊക്കെ വളയ്ക്കണം. ഇങ്ങനെ ഒരു ടാഗ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഇത് ഇങ്ങനെ അതിനൊന്ന് ഒരു കുരുക്കിടുക. അതിന് ശേഷം നമ്മൾ ഇതിൽ കൂടെ ബബിൾസ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം നമ്മൾ ഈ ഒരു ഹാക്കും വർക്കൗട്ട് ആവുന്നുണ്ട്. പിന്നെ ഊതുമ്പോൾ മുഖത്ത് വെച്ചിട്ട് ബബിൾ പൊട്ടാണ്ട് നോക്കണം. അപ്പൊ നമ്മുടെ ഈ ഒരു ഹാക്കും സക്സസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് 2 ഹാക്കും സക്സസ്ഫുൾ ആയി. അത് വളരെ സിമ്പിൾ ആണ്. ഇത് എല്ലാ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയണതാണ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പറ്റുന്നത് കുറേ ബബിൾസ് ഒരുമിച്ച് ഇങ്ങനെ വിടാനാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പൊ അതിന് വേണ്ടി നമ്മൾ കുറച്ച് സ്ട്രോ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അവരെയൊക്കെ ഒരുമിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോണതാണ് നമ്മുടെ എന്താ പറയാ, ഇതിൽ ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ ബെൻഡുള്ള ഭാഗം ഇനി ഇതിൽ മുക്കിയിട്ട് നമ്മൾ ഊതാൻ പോവുകയാണ്. അപ്പം എന്തോരം ബബിൾസ് വരും നമുക്ക് നോക്കി നോക്കാം. വാവ്, ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ആ അടിപൊളി അടിപൊളി. അപ്പൊ ഇതൊരു സക്സസ്ഫുൾ ആയിട്ടാണ്. അപ്പൊ കുറെ ബബിൾസ് ഒരുമിച്ച് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കുറച്ച് സ്ട്രോ എടുക്കാം. അതിനുശേഷം ഇങ്ങനെ ഊതിക്കൊണ്ടേ ഇരിക്കാം. നിർത്താണ്ട് ഊതിക്കൊണ്ടിരിക്കണം. അപ്പൊ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ, ഒരു ഡാൻസ് ഒക്കെ ഒരു ഷൂട്ടിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഇതേപോലെ ബബിൾസ് ഉണ്ടാക്കിയിട്ട് ഒരുമിച്ച് ബബിൾസ് ഉണ്ടാക്കിയിട്ട് ഒരാൾ അഭിനയിച്ചുകൊണ്ടിരിക്കുക, ഒരാൾ സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അതൊരു ഡാൻസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോ നമുക്ക് കിട്ടും. കണ്ട. അപ്പൊ നമ്മുടെ ലാസ്റ്റ് 2 ഹാക്കും സക്സസ്ഫുൾ ആയിരുന്നു. അപ്പൊ എന്തോരം ബബിൾസ് വേണമെങ്കിൽ നമ്മൾ ആ സ്ട്രോ വെച്ചിട്ടുണ്ടാക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബബിൾ വെച്ചിട്ടുള്ള ഒരു സ്നോ ആണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പൊ നമ്മൾ സ്നോ എങ്ങനെ ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ബബിൾ സ്നോ ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സോക്സ് എടുക്കാണ്. ഇങ്ങനെ ഒരു കുപ്പിയുടെ പകുതി നമ്മൾ മുറിച്ച് കളഞ്ഞേക്കാണ്. ഇതാണ് നമ്മുടെ വായഭാഗം. ഇതിനെ മൂടി നമ്മൾ ഊരി കളഞ്ഞേക്കാണ്. ഇനി ഈ കുപ്പിയുടെ ഈ ബാക്കിൽ കൂടെ നമ്മൾ ഈ സോക്സ് കയറ്റാൻ പോവാണ്.
നിങ്ങളുടെ കയ്യിൽ ഏത് സോക്സ് ആയാലും കുഴപ്പമില്ല, സോക്സ് ആവണമെന്നുള്ളൂ. അപ്പൊ ഇത് കയറ്റിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മള് ഈ വെള്ളത്തിൽ ഇത് മുക്കാട്ടാ. ഇത് മുക്കിയതിന് ശേഷം നമ്മളത് ചെയ്യാൻ പോണത് കണ്ടോ, ഇങ്ങനെ പിടിച്ചിട്ട് നമ്മള് അപ്പൊ ഇതാണ് നമ്മുടെ സ്നോ. അപ്പൊ അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ സ്നോ, സൂപ്പർ ആയിട്ടുണ്ട്. വെറൈറ്റി അല്ലേ, ഇത് വെറൈറ്റി സ്നോ ആയിട്ടുണ്ട്. അപ്പൊ ഇത് സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്നോ സ്വിറ്റ്സർലാൻഡും അല്ല, നമ്മൾ ഐസ്ലാൻഡിലൊന്നും പോയി കളിക്കാൻ പറ്റില്ല. അപ്പൊ വീട്ടിൽ എന്തെങ്കിലും സോപ്പ് കളിക്കിട്ട് നമുക്ക് സ്നോ വെച്ച് കളിക്കാം. നല്ല രസമുണ്ട്. അത് പിടിക്കാനൊക്കെ എന്താ സുഖം അറിയാം. നല്ല സൂപ്പർ ആയിട്ട് നമ്മുടെ സ്നോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇത് ഹാക്ക് സക്സസ്ഫുൾ ആണ് കേട്ടോ. 10-100 മാർക്കൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. വാവ്, നമ്മളിങ്ങനെ കുട്ടികളൊക്കെ മൊബൈലിലൊക്കെ കളിച്ചിരിക്കും. നമ്മൾ ഇതേപോലെ കുറച്ച് സോപ്പും വെള്ളം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ സോക്സ് ഇട്ട് കൊടുക്കാം. അയ്യോ, അവര് കളിച്ചോളും. പക്ഷെ ഊതി വയ്യാണ്ടാവുന്നുള്ളൂ കേട്ടോ. കണ്ട, ദീപിയൊക്കെ ഇവിടെ ഭയങ്കര കളിയാണ്. എല്ലാവരോടും ഭയങ്കര കളിയാണ് സ്നോ വെച്ചിട്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു ഹാക്ക് സക്സസ്ഫുൾ ആയി. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ അടിപൊളി സ്നോ ഹാക്ക് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ വലിയൊരു ബബിൾ, ജൈന്റ് ബബിൾ ഉണ്ടാക്കാൻ പോകണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു പായസം ഉണ്ടാക്കുന്ന ഉരുളിയെടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആക്കി നമ്മൾ, കാരണം നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു സംഭവം വെച്ചിട്ടാണ് നമ്മുടെ ജൈന്റ് ബബിൾ ഉണ്ടാക്കണം. അപ്പൊ നമ്മൾ 2 വടി, ഇതെന്തിന്റെ വടിയായിരുന്നു, ഇതിന്റെ 2 വടി നമ്മളെടുത്തു. പനയുടെ വടിയാണ് കേട്ടോ. അങ്ങനെ സ്പെഷ്യൽ പനയുടെ വടി വേണമെന്നില്ല, നമുക്ക് കിട്ടുന്ന ശീമക്കൊന്നയുടെ വടിയിലും കുഴപ്പമില്ല. എന്തെങ്കിലും 2 വടി എടുക്കാം. അതിന് ശേഷം നൂല് വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയേക്കാണ്. കണ്ടാ, ഇതാണ് നമ്മുടെ സംഭവം. കണ്ടാ, നമ്മളിങ്ങനെ കെട്ടിയേക്കാണ്. ഇത് നമ്മൾ ചെയ്യുന്നത് നമുക്ക് സക്സസ്ഫുൾ ആവും ഇല്ലയോ നമുക്കറിയില്ല. നമ്മൾ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ പോണ്. ജൈന്റ് ബബിൾ ആവും എന്നൊക്കെ പറഞ്ഞേക്കണം. പക്ഷെ അതിനുവേണ്ടി നമ്മൾ കുറച്ചും കൂടി ഗ്ലിസറീന വെച്ച് കൊടുക്കാം കേട്ടോ. ഹലോ, ഇതിന്ന് എടുത്തുകൊണ്ട് വരുത്. ഗ്ലിസറിനാണ് ഈ ബബിൾസിനെ ഇങ്ങനെ പൊട്ടാണ്ട് ഇങ്ങനെ നിർത്തുന്നത് ഇങ്ങനെ പറയുന്നുണ്ട്. ദീപിതയ്ക്ക് ഇത് കഴിഞ്ഞിട്ട് തരാം കേട്ടോ. ദേ ബബിൾ കുറച്ചും കൂടി ഗ്ലിസറിൻ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ദീപിതയ്ക്ക് ഇത് കഴിഞ്ഞിട്ട് തരാം കേട്ടോ. ഈ ബബിൾസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇവിടെ സൈഡിൽ കാത്തു നിൽക്കുന്നുണ്ട്. വീഡിയോ തീരണവരെ ഇതൊക്കെ ഇവിടെ ഉണ്ടായാൽ മതി എന്നാണ് എൻ്റെ പ്രാർത്ഥന. നമ്മൾ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളിതേ ബബിൾസ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഈശ്വരാ, കണ്ടാ കണ്ടാ പോണണ്ടാ. അയ്യോ അയ്യോ, കണ്ടില്ല. അയ്യോ അയ്യോ, അടിപൊളി അടിപൊളി. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര വലിയ ബബിൾ ഉണ്ടാക്കണത്. ഇത് ഉണ്ടാക്കാൻ അറിയാം. വീഡിയോ ഉണ്ടാക്കണ ആ ബബിള് അതുകൊണ്ട് പിടിച്ചേക്ക്, പാറിന്റെ കയ്യിലുള്ള സാധനം കൊണ്ട് പിടിച്ചേക്ക്. അയ്യോ പൊട്ടി.
നമ്മുടെ ബബിൾ ഹാക്സ് കഴിഞ്ഞിട്ടില്ല, പാർട്ട് 2 നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ വരേണ്ടതായിരിക്കും. അപ്പോൾ ഇതിനേക്കാളും കിടിലനായിട്ടുള്ള കുറച്ച് ഹാക്സാണ് നമ്മൾ പാർട്ട് 2 വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണാം. നമ്മുടെ ഗിവ് അവേയുടെ ഡീറ്റെയിൽസ് നെക്സ്റ്റ് വീഡിയോയിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അടിപൊളി കിട്ടില്ല കമൻസ് ഉണ്ടെങ്കിൽ അയക്കാൻ മറക്കരുത്, നമ്മൾ കമന്റ് സെക്ഷനിൽ വായിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാനുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നെക്സ്റ്റ് വീഡിയോ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ 50K സെലിബ്രേഷനായിട്ട് കുറേ പേര് നമ്മൾ വായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമ്മ്യൂണിറ്റി ടാബിൽ കുറേ പേര് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പേര് നമ്മൾ വായിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് പേരുകൾ നോക്കിയിട്ട് വരാം. ലിബു, ലിബ്, ലിസ്മരിയ, അർച്ചന, അല്ലി, അപർണ, മീനാക്ഷി, അമൃത, ആതിര, മെർവിൻ, പാർവതി, ഏഞ്ചൽ, കാർത്തിക, സ്നേഹ, നോന, ആര്യ, ആൻ, അഞ്ജന, ഷേബ, റേച്ചൽ, ദിയ, ബിൻഷയ്, സഞ്ജയ്, അക്സ, ശ്രീലക്ഷ്മി, അളകനന്ദ, തൻവി, മൈ വ്ളോഗ്സ്, സാനിയ, അൽന, ഇഫ്ര, ഹിബ, ഫാത്തിമ, സൈനബ, ലെന, സന, നിഹാല, സിയ, ഫാസില, ലയ, ഇഷാഫ, അനാമിക, അമീന, ബിൻസി, റഹാന, അമന്യ, അഹല്യ, AS ടെയിൽസ്, അനുപ്രിയ, പാർവതി, അഭിരാമി, മെർവിൻ, അൻഷിഫ, മഹാലക്ഷ്മി, പേൾ, ആൽവിയ, പാറു, ജ്യോതി കൃഷ്ണ, ആൻമരിയ, മയൂക, മീര കൃഷ്ണ, ദേവി, നന്ദന, വർഷ, അർച്ചന, റിയ, നന്ദിത, അനഘ, അനേക, നമിത, ബ്ലസ്വിൻ, ഐശ്വര്യ, ഈവ, അനശ്വര, അനന്യ, സിയാന, സുജാത, ഗൗരി, നസ്രീൻ, ബ്ലസ്സി, അനുശ്രീ, അനന്തിത, ശ്രുതി, വൈഗ, അവന്തിക, സ്നേഹ, ശ്രീകുട്ടി, നിവേദ്യ, ഷെറോസ, ജ്വൽ, രാഷ. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി കിടില വീഡിയോസുമായിട്ട് നമ്മൾ നെക്സ്റ്റ് ടൈം കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. Happy birthday to you. Birthday to you. ജൂൺ 4 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ അറിയാണ്ട് എനിക്കൊരു സർപ്രൈസ് എന്താണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ആക്ച്വലി ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ കേക്ക് ഇതാക്കിയതെന്ന്. അവർ ഹാക്ക് കഴിഞ്ഞ് നമ്മൾ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് അവർ എല്ലാവരും കൂടി എൻ്റെ മുന്നിൽ നിന്നിട്ട് അവർ കേക്കൊക്കെ അറേഞ്ച് ചെയ്തു. പിന്നെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞപ്പോഴാണ് ഞാനിത് കേക്കും സംഭവങ്ങളൊക്കെ കാണുന്നത്. ശരിക്കും ഒരു സർപ്രൈസ് ആയിപ്പോയി. അപ്പോൾ ചേട്ടനും പിള്ളേരും കൂടിയിട്ട് അറേഞ്ച് ചെയ്താണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു സർപ്രൈസ് പാർട്ടി നിങ്ങൾക്കും കൂടി കാണാനാണ് ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണാം.